CPM ഫണ്ട് വിവാദത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വി കുഞ്ഞികൃഷ്ണൻ. ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ മറുപടി കേട്ടപ്പോൾ ചിരി വന്നു. മാധ്യമങ്ങളെ കണ്ടതിന് പിന്നിൽ പ്രത്യേക അജണ്ടയൊന്നുമില്ല. ധനരാജ്യ ഫണ്ടിന്റെ കണക്ക് എന്തുകൊണ്ട് 2021 സമ്മേളനത്തിൽ വെച്ചില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി യോഗം വിളിച്ച് അവർ ഈ നേരത്തെ ഏരിയ കമ്മിറ്റി നിശ്ചയിച്ച ഓഡിറ്റർമാരെ എല്ലാം വിളിച്ച് ഒരു പുതിയ കണക്കുണ്ടാക്കി ഏരിയ കമ്മിറ്റിയോട് പറഞ്ഞു, പാർട്ടിയെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ഈ കണക്ക് നമ്മൾ അംഗീകരിച്ച് ഇത് കീഴെ റിപ്പോർട്ട് ചെയ്യുക എന്നതേ പാർട്ടിയെ രക്ഷിക്കാൻ മാർഗമുള്ളൂ എന്നതാണ് ജില്ലാ കമ്മിറ്റി ആ ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയത്. എന്നോട് ഏരിയ കമ്മിറ്റിയിലെ സഖാക്കൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി. ബിജീഷ്, ഇപ്പോഴത്തെ ഈ സംശയങ്ങൾ, ആരോപണങ്ങൾ എന്നിവയ്ക്ക് കൃത്യമായി മറുപടി പറയാൻ ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞോ? ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ 3 ആരോപണങ്ങളാണ് പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. ഒന്ന് ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട്, മറ്റൊന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മറ്റൊന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ട്, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫണ്ട്. ഈ 3 എണ്ണത്തിനകത്ത് ടി മധുസൂദനന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള അട്ടിമറി നടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ തിരിമറി നടന്നു എന്നുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. 2021 ഉന്നയിച്ച ഈ ആരോപണങ്ങൾ അത് അന്ന് പാർട്ടി അന്വേഷിച്ച് തള്ളി എന്നുള്ള കാര്യം മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ കെ രാഗേഷും പാർട്ടിയും പറയുന്നത്. വർഗവഞ്ചകൻ, അതുപോലെ തന്നെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ടത് എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ കെ രാഗേഷ് പറഞ്ഞത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഇത്തരത്തിലുള്ള ഒരു അഭിമുഖം മാധ്യമങ്ങളിൽ നൽകിയതിന് കൃത്യമായ അജണ്ടയും സമയവും വി കുഞ്ഞികൃഷ്ണൻ നിശ്ചയിച്ചു. അത്തരത്തിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയ ആൾ ഒരിക്കലും ഒരു തരത്തിലും ഉത്തമ കമ്മ്യൂണിസ്റ്റായി കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് കെ രാഗേഷിന്റെ പ്രസ്താവനയിലുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം ആകെ ലക്ഷ്യമിടുന്നത് ടി മധുസൂദനെ മാത്രമാണ് എന്നുള്ളതാണ്. ടി മധുസൂദനെ രക്ഷിച്ചതുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിന് എന്ത് കാര്യം എന്നുള്ളതാണ് പ്രതിരോധമായിട്ട് കെ രാഗേഷ് ഉന്നയിക്കുന്ന ഏക ചോദ്യം. ഇതിനകത്ത് ധനരാജ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ടാണ് ഏറ്റവും വലിയ തോതിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം. അക്കാര്യത്തിനകത്ത് പാർട്ടിയുടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇതിന്റെ കൃത്യമായ രേഖകൾ മാധ്യമങ്ങൾക്ക് നൽകിക്കൂടെ, അല്ലെങ്കിൽ പുറത്തു പറഞ്ഞൂടെ എന്നുള്ള ചോദ്യത്തിനകത്താണ് കെ രാഗേഷ് പതറിപ്പോകുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി, ഇതിനകത്ത് പാർട്ടിയുടേതായി പിരിച്ച ഈ ഫണ്ടിന് പൊതുസമൂഹത്തിനോട് മറുപടി പറയേണ്ടതില്ല. അത് പൊതുകാര്യങ്ങൾക്ക് വേണ്ടി പിരിച്ചൊരു ഫണ്ടാണെങ്കിൽ പാർട്ടി കൃത്യമായി അതിനകത്ത് കണക്ക് അവതരിപ്പിക്കും. ഇതിനകത്തുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫണ്ടും ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രം ജില്ലാ സെക്രട്ടറി പറയുന്നു. അപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത് ഈ ഫണ്ടിന്റെ കണക്ക് എന്തുകൊണ്ട് പൊതുസമക്ഷം ജില്ലാ സെക്രട്ടറിയും അതുപോലെ പാർട്ടിയും അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിച്ച ഘട്ടത്തിൽ രശീദ് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. രശീദിനകത്ത് ചില തട്ടിപ്പുകൾ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പിശക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ സെക്രട്ടറി തുറന്നു സമ്മതിക്കുന്നു. ചില രശീദുകൾ നഷ്ടപ്പെട്ടിരുന്നു, അത് തിരിച്ചെത്തിയോ എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോൾ തനിക്ക് വ്യക്തതയില്ല എന്ന് കെ രാഗേഷ് പറയുന്നു. ഒപ്പം തന്നെ അതിനകത്ത് ഈ അച്ചടി പിശക് ഉൾപ്പെടെ വന്നിരുന്നു. അക്കാര്യത്തിനകത്ത് അന്നത്തെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി ആയിരുന്ന ആൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞ് ടി മധുസൂദനെ അവിടെയും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി നിർത്തുകയാണ് കെ രാഗേഷ് ചെയ്തത്. മറ്റൊന്ന്, പയ്യന്നൂരിലെ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്തും ടി മധുസൂദനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാടാണ് കെ രാഗേഷ് കൈക്കൊണ്ടത്. ഏതായാലും വി കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ച നിലപാട് ഒരിക്കലും ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റിന്റേതല്ല. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ചിലത് അവിടെ അവശേഷിക്കുന്നുണ്ട്. പൂർണ്ണമായും കണക്കുകൾ പുറത്തു കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും വി കുഞ്ഞികൃഷ്ണന് പറയാൻ കഴിയും.